വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയ ആശയത്തെ സ്വീകരിച്ചാൽ അവൻ അന്ധവിശ്വാസിയാണ് എന്ന് വിമർശിക്കുന്ന, അത് അന്ധവിശ്വാസമായി പരിചയപ്പെടുത്തുന്ന ഖുർആനിൽ പറഞ്ഞാലും ഹദീസിൽ വന്നാലും സ്വീകരിക്കില്ല എന്ന് ദാർഢ്യത്തോടെ ധിക്കാരത്തോടെ അതിനെതിരെ സംസാരിക്കുന്ന, അത് സ്വീകരിക്കുന്നവനെ അന്ധവിശ്വാസിയായി ശിർക്കിന്റെ പ്രചാരകരായി പോലും മുദ്ര കുത്തുന്ന ഫിത്നകൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. ഖുർആൻ പറയുന്ന, ഹദീസ് പറയുന്ന, ഇജ്മാ പറയുന്ന, ഖിയാസ് പറയുന്ന, മഹാരഥന്മാര് രേഖപ്പെടുത്തിയ രേഖകൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി പറയുന്നവരെ ബിദ്അത്തുകാരാക്കിയും മുശ്രിക്കീകളാക്കിയും കുഫറിന്റെ ആളുകളാക്കിയും ഒക്കെ മുദ്ര കുത്തുന്ന ഒരു കാലാണ് എന്നാണ് പറയുന്നത്. ഇനി ബാക്കി അദ്ദേഹം കുറഞ്ഞ വാക്കുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ അദ്ദേഹം പറയുന്നത്? സുന്നികൾ ഭ്രാന്തന്മാരെയാണ് ഔലിയാക്കന്മാരാകുന്നത്, ഭ്രാന്തന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് സമസ്തയുടെ വിശ്വാസം. 500-ൽ പരം കാളിമാർ സ്വന്തം അവരോധിതരായവരാണ്. മുസ്ലിങ്ങളുടെ മൊത്തം അവകാശമാണ് സമസ്തക്കാർ അവകാശപ്പെടുന്നത്. 10,000-കണക്കിന് മദ്രസകൾ ഉണ്ട് എന്ന് സമസ്ത അവകാശപ്പെടുന്നു. ഒറ്റ ശ്വാസത്തിൽ എത്ര നുണയാണ് ഇയാൾ പറഞ്ഞറിയങ്ങൾ പറയട്ടെ, ഓരോന്നും ഞാൻ ശറഹ് ചെയ്ത. ഭ്രാന്തന്മാരും അല്ലാത്തവരും പോലും ഔലിയാക്കളായി മാറുന്ന, ഭ്രാന്തന്മാരും അല്ലാത്തവരും ഔലിയാക്കന്മാരായി മാറുന്നു. ആരാണ് ഇവിടെ ഭ്രാന്തന്മാരെ ഔലിയാക്കന്മാരാക്കിയത്? അതിനാദ്യം ഔലിയാക്കന്മാരാരാണെന്ന് മനസ്സിലാക്കണം, ഔലിയാക്കന്മാർക്കുള്ള സ്ഥാനങ്ങൾ മനസ്സിലാക്കണം, ഔലിയാക്കന്മാർക്കുള്ള മർത്തബകൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയേ തീരും. നിങ്ങൾ പനക്കും കൗങ്ങിനും തെങ്ങിനൊക്കെ ഒരൊറ്റ തളപ്പാണ് നിങ്ങൾക്ക്, അതാ നിങ്ങൾക്കുള്ള തകരാറ്. കൗങ്ങിന് ചെറിയ തളപ്പ്, പനക്കാകുമ്പോ വലിയ തളപ്പ്, തെങ്ങിനാകുമ്പോ രണ്ടിന് ഇടക്കുള്ള തളപ്പ്. എന്നാലേ മട്ടം പോലെ കയറാൻ പറ്റുള്ളൂ. നിങ്ങൾ സാധാരണക്കാരി ഒരു കണ്ണുകൊണ്ട്, ഔലിയാക്കന്മാര് ഒരു കണ്ണുകൊണ്ട്, അമ്പിയാക്കന്മാര് ഒരു കണ്ണുകൊണ്ട്, മുത്തുനബിന് ഒരു കണ്ണുകൊണ്ട് നടക്കൂല. അങ്ങനെ ഓരോരുത്തരും കാണേണ്ട രൂപമുണ്ട്. ആ രൂപത്തിൽ കണ്ടാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും. ഔലിയാക്കളായി മാറുന്ന, ലോകം നിയന്ത്രിക്കുന്നത് പോലും ഒരു ഭ്രാന്തനായി ജീവിച്ചു പോയ കോഴിക്കോട്ടുകാരനായ ഒരു മനുഷ്യനാണ് എന്ന് വലിയ വലിയ ഉസ്താദുമാണെന്ന് പറയുന്നവർ വിളിച്ചു പറയുന്ന, അങ്ങനെ ഞങ്ങളാരും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഭ്രാന്തനായ കോഴിക്കോട്ടുകാരനായ ഒരാളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് സമസ്തയോ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഒരാളുകളും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അക്കൗണ്ടിലേക്ക് വരുവച്ചാൽ മതി. കാടടച്ച് വെടിവെക്കണ്ട. ഞങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസമില്ല. അങ്ങനത്തെ വിശ്വാസം പാടില്ലെന്ന് ജനങ്ങളെ പഠിപ്പിച്ചോല ഞങ്ങള്. അതാ ഞാൻ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പുസ്തകങ്ങൾ വായിച്ചത്. എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ആണെന്ന് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഞങ്ങളോടാണോ നിങ്ങൾ ഈ തോന്നിയാസം പറയുന്നത്? അങ്ങനത്തെ വിശ്വാസക്കാരുണ്ടാകും. ഓലിവിടെ പരിപാടി വെച്ചില്ലേ, എന്താ നിങ്ങൾ ഓലെ പറ്റി ഒന്നും മിണ്ടാഞ്ഞത്? എന്താ നിങ്ങൾ ഓലെ പറ്റി മിണ്ടാതെ പോയത്? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ വിശ്വാസക്കാരുണ്ടെങ്കിൽ അവരോട് പറയാ, സമസ്തന്റെ അക്കൗണ്ടിൽ നിങ്ങൾ അത് വരവ് വെക്കേണ്ടതില്ല. ബാക്കി കൊല്ലങ്ങൾ കിതാബോധകയും പള്ളി മെമ്പറുകളിൽ ഖതീബായി നിൽക്കുകയും 100, 200, 300, 500 മഹല്ലുകളുടെ കാലിമാരായി സ്വയം അവരോധിതമാവുകയും 500ഓളം കാലികളിൽ മഹല്ലുകളിൽ സ്വയം കാലിമാരായി അവരോധിതരായി. നിങ്ങളെ കാലിയാക്കാത്തതിന് കുയിന്ത് തട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? കണ്ണില് കുറുമ്പ് കാടിയതിന് മൂക്ക് കൂടെ ഊതിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളെ കാലിയാക്കാത്തതിന് കുയിന്ത് കാട്ടണോ? സമസ്തയുടെ ആലിമീങ്ങളെ, പാണക്കാട് സാദാത്യങ്ങളെ, ഞങ്ങൾ ആദരിക്കുന്നവരെ, ഞങ്ങൾ ബഹുമാനിക്കുന്നവരെ, അവർ ഉദ്ദേശിക്കുന്ന മഹല്ലുകളിൽ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദാണ് കാലിയാക്കുന്നത്. സ്വയം അവരോധിതരായതൊന്നുമല്ല. അങ്ങനെ നിങ്ങളെ കാടടിച്ച് ഓടിയൊക്കൊന്നും വേണ്ട. ബാക്കി നിക്കാഹുകൾക്ക് കാർമ്മികത്വം വഹിക്കുകയും മുസ്ലിമീങ്ങളെ മൊത്തം നേതൃത്വം ഞങ്ങൾക്കാണ് അവകാശപ്പെടുകയും 10,000-കണക്കായ മദ്രസകളും ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന, അതൊന്നും അവകാശമല്ല. 1ാം നമ്പർ മുതലാണ്ട് ഇട്ടിട്ട് 10,956 മദ്രസ ഉണ്ട്. ഇന്നത്തെ കണക്കാണ് ഞാൻ പറയണത്. ഞാൻ ഇന്ന് ഓഫീസിലേക്ക്, സമസ്തയുടെ ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചു, ഇന്നത്തോടുകൂടെ സമസ്തക്ക് എത്ര മദ്രസായി? ഇയാൾ പറയാണ് 10,000-ഓളം മദ്രസ ഉണ്ട് എന്നത് നിങ്ങൾ അവകാശവാദാണ് എന്ന്. നമ്പർ 1 അങ്ങോട്ട് ഇട്ടിട്ട്, ഇതിങ്ങനെ ലോഡ്ജിന് നമ്പർ ഇട്ടതല്ല, നമ്പർ 1 എന്നാണ് തുടങ്ങിയിട്ട് 10,956 മദ്രസ ഒന്നുണ്ട്. അത് നാട്ടുകാർ അംഗീകരിച്ചതാണ്.
മദ്രസ ഉണ്ടാക്കിയിട്ട് സമസ്തന്റെ ഓഫീസിലേക്ക് അപേക്ഷ അങ്ങോട്ട് കൊടുത്തതാണ്. ഞങ്ങൾ മദ്രസ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അംഗീകരിക്കണമെന്ന്. അതല്ലാതെ ഇങ്ങനെ പിന്നെ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കണമാര് മദ്രസ അംഗീകരിക്കാനുണ്ടോ എന്ന് സമസ്തന്റെ ഉസ്താദുമാർ ഇങ്ങനെ അങ്ങാടി കൂടെ അനൗൺസ്മെന്റ് ചെയ്ത് നടന്നതല്ല. നിങ്ങൾ അംഗീകരിക്കാത്തേനും നിങ്ങൾ ആളുകളെ സ്വീകരിക്കാത്തേനും എന്ത് കാട്ടിയിട്ട് കാര്യമുണ്ടോ? പെരുണോള് തിന്നണത് കണ്ടിട്ട് മച്ചി കാലോടിച്ചിട്ട് കാര്യമില്ല. പെറാൻ വല്ല മാർഗം ഉണ്ടോ നോക്കണം. അതാ ചെയ്യേണ്ടത്. അതോ നിങ്ങൾക്കും കിട്ടും ഉള്ളിച്ചോറ്. ആദ്യം പെറണം. പെട്രോൾ തിന്നണം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കുയിന്ത് കാട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അതിങ്ങനെ പിന്നെ അവകാശവാദമാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. നിങ്ങൾ സംസാരിച്ചതനുസരിച്ച് നിങ്ങളുടെ പിന്നെ